നമസ്കാരം വീട്ടമാസിലേക്ക് വീണ്ടും ഇന്ന് നമ്മൾ വീട്ടമാസിന്റെ എപ്പിസോഡിലൂടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചോക്കോ ചിപ്സ് ആണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുക്കീസ് ആണ് ചോക്കോ ചിപ്പ് കുക്കീസ് എന്ന് പറയുന്നത്. അപ്പോൾ കുക്കീസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുക്കി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പാണ് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ബട്ടർ എന്നല്ല, ഏത് സാധനമായാലും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി അതുപോലെ ഒരു 1/2 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഏകദേശം 50 ഗ്രാം തന്നെ വരും പൊടിച്ച പഞ്ചസാരയാണ്. ഇത് രണ്ടും കൂടി നമ്മൾ ഒരു സ്പൂൺ വെച്ച് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി, നല്ല പത പോലെ ഇങ്ങനെ വരണം. ആ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫുഡ് പ്രോസസ്സറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1.5 ടീസ്പൂൺ വാനില എസൻസ്, ഒരു നുള്ള് ഉപ്പ്, പിന്നെ ഒരു മുട്ട. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബട്ടറിൻ്റെയും മുട്ടയുടെയും ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, ആ മണം പോകാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചിട്ട് വാനില എസൻസ് കൂടുതൽ ഒഴിക്കുകയും ചെയ്യരുത്, ഭയങ്കര കുത്തൽ വരും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് പാലൊക്കെ പിരിഞ്ഞ ഒരു ലുക്ക് വരും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട, നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതൊക്കെ മാറും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദമാവാണ്. ഇവിടെ ഒരു 3/4 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡാപ്പൊടി അല്ല, ബേക്കിംഗ് പൗഡറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 3/4 കപ്പ് നമ്മൾ മൈദമാവ് കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ കുറേശ്ശെ നമ്മൾ ചേർത്ത് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ മുട്ടയുടെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇതൊന്ന് ലൂസായിരിക്കും. നമ്മൾ കലക്കിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ഡോ എന്ന് പറയുന്നത് ലൂസായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഈ 3/4 കപ്പ് എന്ന് പറയുന്നതിൽ തന്നെ നമ്മൾ ഉറച്ച് നിൽക്കരുത്. കുറച്ച് വേരിയേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മൈദമാവ് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ നമ്മുടെ ഡോ വരേണ്ടത് ആ കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമുക്ക് മൈദമാവ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ കറക്റ്റ് ഇത് റെസിപ്പിയിൽ പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ മൈദമാവിൻ്റെ അളവ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കുക്കി കിട്ടൂല. അതാ ഞാൻ പറഞ്ഞ് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ. അപ്പം നിങ്ങളുടെ ആ കറക്റ്റ് നമ്മൾ ഈ ചപ്പാത്തി കുഴയ്ക്കുന്ന ആ ഒരു പരുവമല്ല, എന്നാൽ അതിന് തൊട്ട് മുന്നിലത്തെ ഒരു സ്റ്റേജ്, ആ ഒരു സ്റ്റേജിലായിരിക്കണം നമ്മുടെ കുക്കിയുടെ ഡോ കിട്ടേണ്ടത്. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ, ആ ഒരു പരുവത്തിൽ, എന്നാൽ ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ പൊടിഞ്ഞു വരികയും ചെയ്യണം. പക്ഷേ നമ്മൾ ഉരുട്ടി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഇരിക്കുകയും വേണം. ക്രാക്കൊക്കെ വരും, പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് നമ്മൾ ഇങ്ങനെ ഉരുട്ടി പരത്തി വെക്കുമ്പോഴത്തേക്ക് ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവും കുക്കിയിൽ, അത് നോർമലി ഉള്ളതാണ്, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്. ഈ ഒരു പരുവം കണ്ടോ, ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ കുക്കി ഇരിക്കേണ്ടത്. കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞിരിക്കണം, പക്ഷേ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന ആ ഒരു പരുവം. ഇനി നമുക്കിതിലേക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ചോക്കോ ചിപ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഹോം മെയ്ഡ് ചോക്കോ ചിപ്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് കയറി കാണണേ. ഞാൻ എൻ്റെ ലിങ്ക് മേളിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഹോം മെയ്ഡായിട്ട് ചോക്കോ ചിപ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ചോക്കോ ചിപ്പ് കുക്കീസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കും അതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇനി ചോക്കോ ചിപ്സും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ഡോ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റോളം ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ബേക്കിംഗ് ട്രേയിൽ ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കാം. പേപ്പർ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ആ കുക്കീസിൻ്റെ ഷേപ്പിൽ പരത്തി വെച്ച് കൊടുക്കുക. ഇനി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഓൾ എന്നുള്ള ബെൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം.
നമ്മൾ 160°C 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടിരുന്നു. എന്നിട്ട് നമ്മളൊരു 12-15 മിനിറ്റോളം ആയപ്പോൾ നമ്മുടെ കുക്കിയുടെ ബാക്ക് ഇങ്ങനെ ഇടയ്ക്കൊന്ന് പൊക്കി നോക്കണം. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ കുക്കിയുടെ ബാക്ക് വരുമ്പം ഈ ഒരു ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കീസ്, അത് ഏത് കുക്കീസ് ആണെങ്കിലും നമുക്കത് റെഡിയായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ മൂപ്പെന്ന് പറയുന്നത്. പിന്നെ ഏതൊരു കുക്കി ആണെങ്കിലും ആദ്യം അതിൻ്റെ മോൾ ഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇരുന്ന് തണുത്തതിന് ശേഷം മാത്രമേ അത് സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. അപ്പം ഞാനിനി ഇതുപോലെ നമ്മുടെ ദോശക്കല്ലിൽ വെച്ചിട്ട് ഈ കുക്കി ഒന്ന് ശരിയാക്കി കാണിച്ചു തരാം. അതും ഇതുപോലെ തന്നെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിടുക. ഒരു 10 മിനിറ്റോളം സിമ്മിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തിടുക. അതിനുശേഷം ഇതുപോലെ ഉരുളകളാക്കി ഇതുപോലെ കല്ലിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ഒന്ന് വരുത്തി കൊടുക്കുക. ഒരുപാട് അങ്ങ് നൈസാകരുത്, ഒരുപാട് കട്ടിയും കൂടി പോകരുത്, ഈ ഒരു അളവ്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് സ്മോൾ ബർണർ, കൊച്ചു ബർണറിൽ സിമ്മിലിട്ട് വേണം അത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി സെറ്റും കൂടി ഞാൻ ഓവനിലോട്ട് കയറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുള്ളതും ഞാനിത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുക്കി നമ്മൾ വെക്കുമ്പോഴത്തേക്ക് അകത്തി വെച്ച് കൊടുക്കണം. കാരണം ഇൻ കേസ് അത് ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യും. അപ്പം ഒന്ന് വികസിച്ച് വരുമ്പോഴത്തേക്ക് തമ്മിൽ മുട്ടി എൻ്റെ ഷേപ്പ് പോകാതിരിക്കാനാണ്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടാക്കിയ കുക്കിയായിരുന്നു. അത് ഞാനൊന്ന് പൊട്ടിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ ആ ടെക്സ്ചർ കണ്ടോ. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ട് അങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മുടെ ചോക്കോ ചിപ്പ് കുക്കീസ്. അപ്പോൾ അതെ, ദോശക്കല്ലിലുള്ളതും ഓവനിലുള്ളതും സെക്കൻഡ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ആ കറക്റ്റ് ആ ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് അല്ലല്ലോ, കുക്കീസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതേ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇത് ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളെപ്പോഴും കുക്കി റെഡിയാക്കി എടുക്കാനായിട്ട്. ഓവർ തിക്നെസ്സും പാടില്ല, തിക്നെസ് കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുക്കീസ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. സബ് ചെയ്തിട്ടില്ലാത്തവർ വീണ്ടും ഒന്ന് പറയണേ, സബ് ചെയ്തേക്കണേ. താങ്ക് യു.